നല്ല പടമാണ്, നല്ല തീയമാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറഞ്ഞില്ല, ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉപേന്ദ്രമുള്ള ശിവണ്ണയും കൊള്ളാം. ഫാന്റസി മൂവിയാണ്. ക്ലൈമാക്സ് കൊള്ളാം. വില്ലൻ സൂപ്പറാ. നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ പടം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറയാം, അടിപൊളി പടം. അടിപൊളി പടം, അടിപൊളി. ക്ലൈമാക്സ് സിനിമ അത്ര പോരാ. ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാം, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക്. അതായത് ഒരുപാട് നമ്മുടെ കന്നഡ സിനിമയിലുള്ള അറിയപ്പെടുന്ന താരങ്ങളാണ് അതിനകത്ത്, ശിവരാജ്കുമാർ എന്നൊക്കെ പോലുള്ള. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് വിചാരിക്കും തന്നെ ഇവരൊക്കെ എന്താ ഈ കോമഡി ചെയ്യുന്നത് വിചാരിക്കും. പക്ഷെ അവസാനം വരുമ്പോഴാണ് അതിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ചില മുഹൂർത്തങ്ങൾ, അതാണ് ഇതിനകത്തോട് പറയാൻ ശ്രമിച്ചേക്കുന്നത്. അതായത് നമ്മുടെ അനാസ്ഥ കൊണ്ടൊന്നും നമ്മൾ സംഭവിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഹെൽമെറ്റ് പോലും വെക്കാതെ മൊബൈൽ ഫോൺ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്, അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഭക്തി, അതായത് ജീവിതത്തിലും മരണത്തിനിടയ്ക്ക് ഓടാവുന്ന കുറേ മിത്ത്, അതൊക്കെ ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ നല്ല മെസ്സേജ് ഇതിനകത്തുണ്ട്. പക്ഷേ അതിനുവേണ്ടി നല്ലോണം ഒരുപാട് പേര് അധ്വാനം ഇതിനകത്തുണ്ട്. വലിയ വലിയ താരങ്ങൾ വന്ന് പറയേണ്ടി വന്നു. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് വളരെ കോമഡി ആയിട്ട് തോന്നുകയാണ്. പക്ഷെ എങ്കിലും പടം അവസാനം വരെ പടം കുഴപ്പമില്ല. അതായത് നമ്മൾ കന്നഡ സിനിമയിലെ 3 പ്രശസ്ത